നമസ്തേ അനീഷ്, നമസ്തേ സുനു, നമസ്തേ. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. ക്ലിയർ ആണ്. പാരായണം എല്ലാം കഴിഞ്ഞു. നമുക്ക് തുടങ്ങാം അല്ലേ? ഇൻട്രൊഡക്ഷൻ ഉണ്ടോ എന്തെങ്കിലും? സുനു എന്തെങ്കിലും രണ്ടു വാക്ക് പറയുന്നുണ്ടോ? ഞാൻ എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ നമ്മള് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. നല്ല രീതിയിൽ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. പിന്നെ ഗീതയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പക്ഷെ വളരെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവേശികയായിരുന്നു. വളരെ നന്നായിരുന്നു. നല്ല അഭിപ്രായങ്ങൾ നമുക്ക് നേരിട്ടും അല്ലാതെയും നമ്മുടെ സുഹൃത്തുക്കൾ പങ്കുവച്ചു. അതൊരു വലിയ സന്തോഷമുണ്ട്. ആ ഗ്രൂപ്പിന് നമുക്ക് അപ്പോൾ പരമാവധി നല്ലൊരു സമയമാണിത് അല്ലെ? എല്ലാവരും അമ്മമാരാണ് അധികം. അപ്പൊ ഈ ഗ്രൂപ്പിനെ വലുതാക്കാനും ഗീതയെക്കുറിച്ച് പഠിക്കാനും, ഇപ്പൊ സ്വാമിയുടെ കേസിൽ ഞാൻ ഒന്നുകൂടി ഊന്നി പറയാം. ഇപ്പൊ ഞാനിതിനു മുമ്പ് കുറച്ചു പേരെ വിളിച്ചിരുന്നു. അദ്ദേഹം വേദാന്ത രീതികള് പരിചയിച്ച ആളാണ്, ഗുരുമുഖത്ത് നിന്ന് പരിചയിച്ച ആളാണ്, ഉപനിഷത്തുകള് ആഴത്തിന് പഠിച്ച ആളാണ്. ബ്രഹ്മസൂത്രം, യോഗ വാസിഷ്ടം തുടങ്ങിയ കൃതികളൊക്കെ നിത്യചൈതന്യയുടെ അടുത്ത് നിന്ന് തന്നെ ഇരുന്ന് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വലിയൊരു കാര്യം. അതുകൊണ്ട് നാരായണ ഗുരു ദർശനങ്ങള് ഭംഗിയായിട്ട് ആഴത്തിൽ പഠിച്ച് മനനം ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങള് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം 6 മാസം US അമേരിക്കയിൽ പോയി ഒരുപാട് ഇത്തരം ഔത്സുക്യമുള്ള ആൾക്കാരുകളിലേക്ക് ഈ ദർശനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഗീത എന്ന് എടുക്കുമ്പോൾ തന്നെ ഗീതയെ എടുത്തിട്ടുള്ളത് വളരെ ആഴത്തില് ഇന്ത്യൻ ദർശനങ്ങള് ഇന്നത്തെ കാലത്ത് നമുക്ക് പഠിക്കാനും പിന്നെ എന്താ പറയാ വായിച്ച് ഇത്ര വലിയ ഗ്രന്ഥങ്ങളെ വായനാപരിചയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് ഇത്തരം മഹത് വ്യക്തികളിൽ നിന്ന് ഇത് കേൾക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഇത് ഈ ഒരു ഗ്രൂപ്പിനെ വലുതാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സ്വധർമ്മം പോലെ ഏറ്റെടുക്കുകയും ഇത്തരം ക്ലാസ്സുകളെ വളരെ എന്താ പറയാ ഒരു ആത്മസമർപ്പണത്തോടെ കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുക പറഞ്ഞാൽ ഔത്സുക്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരും അല്ലെ? അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നമുക്ക് ചില ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എങ്ങനെയാ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് ക്ലാസ് കുറച്ചുകൂടി ഉണ്ടാവും. ഈ ഗ്രൂപ്പിനെ വലുതാക്കണം. പരമാവധി ഇത്തരം കുറെ പേര് അറിയാത്തവരുണ്ട്. ഇങ്ങനെ ക്ലാസ്സിന് വേണ്ടി ഔത്സുക്യത്തോടെ കാത്തിരിക്കുന്നവർ എനിക്ക് ഒരുപാട് അറിയാം. അവരിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അത് ഓരോരുത്തരും നമ്മുടെ സ്വധർമ്മമായിട്ട് എടുക്കുകയും ഇത്തരം ക്ലാസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ ഗീതാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഗീതാഞ്ജലി സംഘടിപ്പിക്കുന്ന ഗീതോപദേശം എന്ന ഈ ഗീതാ പ്രഭാഷണ പരമ്പരയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കാത്തവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ആമുഖമായിരുന്നു പറഞ്ഞിരുന്നത്. ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കുകയുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ക്ലാസ് മുതൽ കേട്ടാലും മതിയാകും. ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധ്യാന ശ്ലോകങ്ങളോട് കൂടിയിട്ടാണ്.
ധ്യാന ശ്ലോകം പഠിക്കേണ്ടി വരുന്നത് നമുക്ക് ഗീതയെക്കുറിച്ച് ഒരു സമഗ്രമായ ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം ആരൊക്കെ ഭഗവത്ഗീത പഠനത്തിൽ ആദരിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഓർക്കാനും കൂടിയാണ് നമ്മൾ ഗീതാധ്യാനം പഠിക്കുന്നത്. അതിൽ ഭഗവത്ഗീതയെ മാതൃതുല്യമായിട്ട് വിവരിച്ചിരിക്കുന്നു. വ്യാസനെ നമസ്കരിച്ചിരിക്കുന്നു. അതുപോലെ ഭഗവാൻ കൃഷ്ണനെ നമസ്കരിക്കുന്നു, അർജുനനെ നമസ്കരിക്കുന്നു. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഗീതോപദേശം നടന്ന സന്ദർഭം കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ്. മഹാഭാരതം ഒരാവൃത്തി വായിച്ചവർക്ക് ഗീതാസന്ദർഭം ഓർത്തെടുക്കാൻ കഴിയും. മഹാഭാരതത്തെ മുഴുവനും ഇവിടെ നമുക്ക് പറയാനോ അതിൻ്റെ വിശദീകരണം നൽകാനോ ഉള്ള സമയം ഇല്ലാത്തതുകൊണ്ട് യുദ്ധം എന്നത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ല. ശരിക്കും യുദ്ധം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഒരിടത്ത് അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മിഷ്ഠരായിട്ടുള്ള മനുഷ്യർ ധർമ്മത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിരോധം യുദ്ധമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധർമ്മപക്ഷവും അധർമ്മപക്ഷവും ഉണ്ടാകുന്നുണ്ട്. അത് സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിജീവിതത്തിലും ഒരേ സമയം നമ്മളിൽ ധർമ്മബോധവും അധർമ്മബോധവും ഒരേ സമയം നമ്മളിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ചെയ്യണോ ചെയ്യേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടുന്ന സന്ദർഭത്തിൽ മൂല്യപരമായ ഒരു സംഘർഷം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. ഒരു വശം നമ്മളോട് പറയും, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം പറയും ചെയ്യുന്നതാണ് ശരി, വേറൊരു ഭാഗം പറയും അത് ചെയ്യുന്നത് ശരിയല്ലാതെ എന്ന്. ഇങ്ങനെ വ്യക്തികളിൽ തന്നെ ഉണ്ടാകുന്ന ഈ ധർമ്മ സംഘർഷം, ആ സംഘർഷമാണ് പല വ്യക്തികളുടെയും ജീവിതത്തെ വിഷാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ അർജുനൻ്റെ വ്യക്തിത്വത്തിന് ഒരു വിഷാദം വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശക്തനായൊരു യോദ്ധാവായിരുന്നിട്ടും മാനസികമായും നല്ല ശക്തനായ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളാണ് അർജുനനെങ്കിലും പക്ഷേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വന്നപ്പോൾ അർജുനൻ്റെ മനസ്സിനൊരു ധർമ്മഗ്ലാനി സംഭവിച്ചിരിക്കുന്നു. ആ ധർമ്മഗ്ലാനി എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് അർജുനന് സ്വയം കഴിയുന്നില്ല. സ്വയം കഴിയാതെ വന്നപ്പോൾ തൻ്റെ തേരാളിയായിട്ട് കൂടെ പോന്ന സഖാവായ സുഹൃത്തായ ഭഗവാൻ കൃഷ്ണനോട് തന്നെ രക്ഷിക്കണമെന്നും തനിക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു പ്രതിസന്ധിയിലാണെന്നും അതുകൊണ്ട് ഞാൻ അങ്ങയെ ശരണം ഗമിക്കുന്നുവെന്നും അങ്ങ് എൻ്റെ ഗുരുവായി നിന്നുകൊണ്ട് എനിക്ക് ഉപദേശം നൽകണമെന്നും ആണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പറയപ്പെടുന്നത്. ഇത് ഒന്നാമത്തെ അധ്യായം മുഴുവനും ഈ കാര്യം വിശദമാക്കാനാണ്. ശരിക്കും നമുക്ക് ഗീതാധ്യാനത്തിൻ്റെ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു. സമ്പൂർണ്ണമായിട്ട് ഗീത എടുക്കുക എന്നുള്ളതല്ല, ഓരോ അധ്യായത്തിലും ഉള്ളടങ്ങിയിരിക്കുന്ന തത്വത്തെ അല്ലെങ്കിൽ സാരത്തെ നമുക്ക് കാച്ചിക്കുറുക്കി ഒരധ്യായത്തിന് 2 പരമാവധി 3 ക്ലാസ്സുകളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഭഗവത്ഗീത ഉപദേശത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്നത്. സാധാരണ സാമ്പ്രദായികമായിട്ട് ഗീത പഠിക്കുന്നത് ഓരോ ശ്ലോകവും പദാനുപദം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതിൻ്റെ അർത്ഥവും ഓരോ വാക്കിൻ്റെ പിന്നിലിരിക്കുന്ന ദാർശനികതയും തത്വവും മനഃശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശ്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് സാധാരണ സാമ്പ്രദായികമായിട്ട് നമ്മൾ അനുവർത്തിച്ചു വരാറ്.
അത് ഒരു പക്ഷേ 2-3 വർഷങ്ങൾ മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ട് പഠിക്കേണ്ടുന്ന രീതിയാണ്. പക്ഷേ അത്തരം ഒരു പഠനത്തിലേക്ക് നിങ്ങളെ കാലക്രമത്തിൽ നയിക്കാൻ പോരുന്ന ഒരു പ്രേരണ മാത്രമാണ് ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ. നമ്മൾക്ക് ഒരു 40 ക്ലാസ്സുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ ആകവേ ഉള്ളടക്കത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓരോ അധ്യായത്തിലെയും ചില ശ്ലോകങ്ങൾ മാത്രം പാരായണം ചെയ്യുകയും അത് പറയുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും നമുക്ക് വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ പൂരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. 1-ാം അധ്യായം തുടങ്ങുമ്പോൾ അർജുന വിഷാദ യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തിൻ്റെയും പേരിനോടൊപ്പം യോഗം എന്ന് ചേർത്തിരിക്കും. യോഗം എന്ന് പറയുന്നത് യോജിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യോഗം. മനസ്സ് ആത്മാവുമായിട്ട് യോജിച്ചിരിക്കുന്ന അവസ്ഥയാണ് യോഗത്തിൽ ഏറ്റവും ഉത്തമമായിരിക്കുന്നത്. മനസ്സ് ആത്മാവിൽ ഒന്നിച്ചാൽ മാത്രമാണ് സമാധാനം ശാശ്വതമായിട്ട് തീരുള്ളൂ. മനസ്സ് വിഷയങ്ങളിൽ ഒന്നിച്ചാൽ മനസ്സ് ചഞ്ചലമാവുകയും വിഷയങ്ങളുടെ പരിണാമമനുസരിച്ച് മനസ്സിനും പരിണാമം ഉണ്ടാവുകയും ഏതൊരു പരിണാമവും മനുഷ്യനെ കാലക്രമത്തിൽ ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ വിഷയവിമുക്തമാക്കി ആത്മനിഷ്ഠമാക്കാനുള്ള ശ്രമമാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളിൽ 18 യോഗങ്ങൾ എന്ന് പറയുമ്പോൾ 18 വിഷയങ്ങളല്ല ഇതിൽ അവതരിപ്പിക്കുന്നത്. ദർശനം ഒന്നേയുള്ളൂ. ആ ജീവിത ദർശനത്തെ പല വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ഈ 18 യോഗങ്ങൾ. അതിൽ ആദ്യത്തെ യോഗം തന്നെ വിഷാദയോഗമാണ്. വിഷാദം എന്ന് പറയുന്നത് ദുഃഖമാണല്ലോ. ഒരു നെഗറ്റീവ് ആയ ചാപ്റ്ററാണോ ആദ്യം തന്നെ തുടങ്ങുന്ന ഭഗവത്ഗീത? മനുഷ്യൻ്റെ വിഷാദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ എന്ന് നമ്മൾ ചോദിക്കും. ഒരർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അന്വേഷണങ്ങളും ആരംഭിക്കുന്നത് ദുഃഖത്തിൽ നിന്നാണ്. ശ്രീബുദ്ധൻ്റെ തത്വചിന്ത പറയുന്നത് ദുഃഖമാണ് ആദ്യത്തെ ആര്യസത്യം എന്ന നിലയ്ക്കാണ്. ഈ ദുഃഖം ലോകജീവിതവുമായിട്ട് കൂടിക്കലർന്ന് കിടക്കുന്നതാണ്. ഈ ദുഃഖത്തിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ ബുദ്ധൻ നൽകുന്ന പ്രത്യാശ. പരിഹാരത്തിനുള്ള മാർഗങ്ങളും അഷ്ടാംഗമാർഗങ്ങളിലൂടെ ബുദ്ധൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ വിഷാദമെന്നത് മാനവരാശിക്ക് ആകവേ സംഭവിക്കാകുന്ന ഒരു രോഗാതുരമായ അവസ്ഥയെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. മഹാഭാരതം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന അന്ധനായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി മകനോടുള്ള പ്രീതി നിമിത്തം മകൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയും തൻ്റെ തന്നെ സഹോദരപുത്രന്മാരോട് അനീതി പ്രവർത്തിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രയുടെ സഹോദരനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പഞ്ചപാണ്ഡവന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും. അവരെ രാജ്യത്ത് നിന്ന് നിഷ്കാസിതരാക്കി 13 വർഷത്തോളം കാട്ടിൽ വസിക്കുവാൻ പോരുന്ന രീതിയിലുള്ള കുതന്ത്രങ്ങളും ചതികളും ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവർക്ക് രാജ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും 13 വർഷക്കാലം കാട്ടിൽ താമസിച്ച് തിരിച്ചു വന്ന് രാജ്യം ചോദിച്ചപ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഇടം അവർക്ക് കൊടുക്കില്ലെന്ന് പറയുകയും, എന്നാൽ ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി പലവരും ശ്രമിച്ച് ഭഗവാൻ കൃഷ്ണൻ തന്നെ ദൂതനായി ഹസ്തിനപുരത്തിലേക്ക് പോവുകയും ഹസ്തിനപുരത്തിൽ ചെന്ന്
അവരുമായിട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്തെങ്കിലും ശ്രമം വിഫലമാവുകയും ദുര്യോധനൻ, ധൃതരാഷ്ട്രയുടെ പുത്രനായ ദുര്യോധനൻ ഭഗവാൻ കൃഷ്ണനെ പിടിച്ചു കെട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതുതന്നെ ഏറ്റവും വലിയ ഒരു നീതികേടാണ്. ഒരു മെസ്സഞ്ചറെ, ഒരു ദൂതനെ തളയ്ക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയ ഒരു അധർമ്മത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് യുദ്ധം സ്വാഭാവികമായിട്ട് വരുന്നത്. യുദ്ധം അല്ലാതെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതല്ല. ഭഗവത്ഗീതയുടെ ഉദ്ദേശം യുദ്ധമേ അല്ല. അങ്ങനെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിനിടയിൽ ഒരു പക്ഷം കൗരവരും മറുപക്ഷം പാണ്ഡവരുമായിട്ട് മാറി. കൗരവർ 11 അക്ഷൗഹിണികളോടുകൂടിയ വലിയ പടയാണ്, എണ്ണത്തിൽ കൂടുതലുള്ള പടയാണ്. പാണ്ഡവർ 7 അക്ഷൗഹിണികളേ ഉള്ളൂ. ഗുണപരമായി മെച്ചപ്പെട്ട ഒരു സൈന്യമാണ് പാണ്ഡവരുടേത്. എന്തെന്നാൽ പാണ്ഡവരുടെ കൂടെ ഭഗവാൻ കൃഷ്ണനുണ്ട്. യോദ്ധാവായി അല്ലെങ്കിലും അവരുടെ ഒരു മെൻറ്ററായിട്ട്, വേണ്ട സമയത്ത് വേണ്ട ഉപദേശം കൊടുക്കുവാനായിട്ട് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് പാണ്ഡവരുടെ കരുത്ത്. ആ അർജുനൻ വാസ്തവത്തിൽ ഭഗവാനാൽ തേർ നയിക്കപ്പെടുകയാണ് എന്ന വ്യക്തി തേരിൻ്റെ തേരാളിയായിട്ടിരിക്കുകയാണ് അർജുനൻ്റെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ട് ഭഗവത്ഗീതയിൽ അർജുനനെ തന്നെ ഭഗവാൻ ഗീതോപദേശം കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്തു? യുധിഷ്ഠിരനെ തിരഞ്ഞെടുത്തില്ല, ഭീമനെ തിരഞ്ഞെടുത്തില്ല, നകുലനെയോ സഹദേവനെയോ തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കും. ഗീതാപദേശം നൽകേണ്ടത് പരിപക്വമായ ബോധമുള്ള ഒരു വ്യക്തിക്കാണ്. വളരെ മെച്ചുറായ ഒരു ബോധം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഗീതോപദേശം ഫലപ്രാപ്തിയിലെത്തുള്ളൂ. ശാരീരികമായ കരുത്തും മാനസികമായ പക്വതയും മെച്യൂരിറ്റിയും ആ വ്യക്തിക്കുണ്ടാകേണ്ടതുണ്ട്. ധീരനായിരിക്കണം. അത്തരത്തിലുള്ള ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് പരിണമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അത്തരം ആധ്യാത്മിക പരിണാമദശയാണ് യുദ്ധക്കളത്തിൽ വെച്ചുണ്ടാകുന്നത്. യുദ്ധം ആരംഭിച്ച സമയത്ത് സഞ്ജയനാണ്, ധൃതരാഷ്ട്രയുടെ മന്ത്രിയായ സഞ്ജയനാണ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സഞ്ജയനെ ധൃതരാഷ്ട്രം ഏർപ്പെടുത്തിയിരിക്കുകയാണ്, മന്ത്രിയെ. വേണ്ട സമയത്ത് യുദ്ധക്കളത്തിൽ നിന്ന് വന്ന് തന്നെ യുദ്ധവിവരങ്ങൾ അറിയിക്കണമെന്ന് സഞ്ജയനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 ദിവസം വരെ, കുരുക്ഷേത്ര യുദ്ധം 18 ദിവസമായിരുന്നു. 10 ദിവസം വരെ സംഭവബഹുലമായിട്ടൊന്നും നടക്കാത്തത് കൊണ്ട് 10 ദിവസം വരെ സഞ്ജയൻ യുദ്ധക്കളത്തിൽ അവിടെ ഇവിടെയൊക്കെയായി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നടന്നു. 10ാമത്തെ ദിവസം ഭീഷ്മപിതാമഹൻ യുദ്ധക്കളത്തിൽ വീണു, നിലം പൊത്തി. ആ സമയത്ത് ഭീഷ്മപിതാമഹൻ്റെ വീഴ്ച അത് ധൃതരാഷ്ട്രയെ അറിയിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ജയൻ കൊട്ടാരത്തിലേക്ക് ഓടുകയും കൊട്ടാരത്തിലെത്തി ധൃതരാഷ്ട്രയോട് പറയുന്നു, മഹാരാജൻ, ഭീഷ്മപിതാമഹൻ നിലം പതിച്ചിരിക്കുന്നു, നമ്മുടെ സൈന്യത്തിന് വലിയൊരു ആഘാതമുണ്ടായിരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ അതീവ ഖിന്നനായി, ദുഃഖിതനായി ധൃതരാഷ്ട്ര ചോദിക്കുന്ന ചോദ്യമാണ് ഭഗവത്ഗീതയുടെ തുടക്കമായിട്ട് നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് ധൃതരാഷ്ട്ര ചോദിച്ചു. എന്ത് ചോദിച്ചു? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. സഞ്ജയ, ധർമ്മക്ഷേത്രത്തിൽ, കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുവാനായിട്ട്, യുയുത്സവ, യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, മാമകാഹ പാണ്ഡവാഹ ച ഏവ, എൻ്റെ ആളുകളും പാണ്ഡുപുത്രന്മാരും ഒന്നിച്ചിരുന്നുവല്ലോ. കിം അകുർവത, അവരെന്ത് ചെയ്തു
ഇതാണ് ചോദ്യം. അപ്പോൾ ഗീത തുടങ്ങുന്നത് തന്നെ അന്ധനായ ഒരു രാജാവ് ഔത്സുക്യത്തോടെ ചോദിക്കുന്നൊരു ചോദ്യത്തോടു കൂടിയിട്ടാണ്. ഇവിടെ ധൃതരാഷ്ട്രയുടെ ആന്ത്യം എന്ന് പറയുന്നത് ശാരീരികമായ ഒരു ആന്ത്യം മാത്രമല്ല, ധാർമ്മികമായ ഒരു ആന്ത്യം കൂടിയാണ് ധൃതരാഷ്ട്ര പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. മകനോട് അമിതമായ മമത കൊണ്ട്, ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മകനൊപ്പം നിലകൊണ്ടതാണ് ആ ആന്ത്യം. അതുകൊണ്ട് തൻ്റെ രാഷ്ട്രത്തിന് വലിയ ച്യുതി ഉണ്ടാകാൻ പോവുകയാണ്, നാശം ഉണ്ടാകാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ധൃതരാഷ്ട്രർക്ക് വലിയ വേവലാതിയുണ്ട്. ആ വേവലാതി ഉള്ളിൽ തീയായിട്ട് എരിയുന്നുണ്ട്. കാരണം പാണ്ഡവ സൈന്യത്തെക്കുറിച്ചും അർജുനനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യം ധൃതരാഷ്ട്രർക്കുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഒരുപാട് ഉത്കണ്ഠകളുണ്ട്. 10ാമത്തെ ദിവസമായപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിൽ എൻ്റെ പുത്രന്മാരും എന്ന് മാമകാഹ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥതയുടെ ഒരു മുഖം അവിടെ തെളിയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, തൻ്റെ സഹോദരനായിട്ടുള്ള പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരണത്തോട് അടുത്ത സന്ദർഭത്തിൽ ആ മക്കളെ സ്വന്തം മക്കളായി കരുതി രക്ഷിക്കേണ്ടതിന് പകരം അവരെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് പാണ്ഡുവിൻ്റെ പുത്രന്മാരും എൻ്റെ മക്കളും എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിൽ തന്നെ അധർമ്മത്തിൻ്റെ വലിയ ഒരു ലാഞ്ചന നമുക്ക് കാണാൻ കഴിയും. ധൃതരാഷ്ട്രയുടെ മനസ്സ് കളങ്കിതമാണ്, സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യം എൻ്റെ എന്നുള്ളതാണ് പ്രശ്നം. ഭഗവത്ഗീതയുടെ ആകവേ പ്രശ്നത്തിൽ ഈ എൻ്റേത് എന്നുള്ളത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എവിടെയൊക്കെ എൻ്റേതുകൾ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ അത് യുദ്ധങ്ങളായിട്ട് പരിണമിക്കുന്നുണ്ട്. എൻ്റെ രാഷ്ട്രമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും നമ്മളുടെ രാഷ്ട്രം നമ്മളുടേതാണെന്ന് ചിന്തിക്കും തോറും നമുക്ക് പ്രതിയോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മതം എന്ന് നമ്മൾ ഉറച്ചു പറയുന്ന സമയത്ത് ഇതര മതങ്ങളോട് നമുക്ക് ശത്രുത ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ജാതി എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് മനുഷ്യരോട് നമുക്ക് വിരോധമുണ്ടാകുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ദ്വന്ദ്വബോധമുണ്ടാവുകയും അത് ശത്രുതയായിട്ട് മാറുകയും അത് വലിയ ഹത്യകളിലേക്ക് തിരിയുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം വാസ്തവത്തിൽ എവിടെ ആരംഭിച്ചിരിക്കുന്നു? ധൃതരാഷ്ട്രയുടെ മനസ്സിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമകാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ പുത്രന്മാരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ എന്തു ചെയ്തു സഞ്ജയ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സഞ്ജയൻ ഒരു റിപ്പോർട്ടർ മാത്രമാണ്. അദ്ദേഹം കൂട്ടിച്ചേർക്കലുകളൊന്നും നടത്തുന്നില്ല. അദ്ദേഹം ഒരു എക്സാക്റ്റ് റിപ്പോർട്ടറാണ്. അതുകൊണ്ട് സഞ്ജയൻ യുദ്ധക്കളത്തിലേക്ക് തൻ്റെ വിവരണങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭം മുതൽ പറഞ്ഞു തുടങ്ങുകയാണ് ധൃതരാഷ്ട്രയോട്. ധൃതരാഷ്ട്രക്ക് ഒന്നും അറിയില്ലല്ലോ, എന്ത് നടന്നു എന്ന് പോലും അറിയില്ല യുദ്ധക്കളത്തിൽ. അതുകൊണ്ട് തുടക്കം മുതൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് മാനറിൽ അത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറയാണ്, ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം, പാണ്ഡവ സൈന്യത്തെ, അനീകം എന്ന് പറഞ്ഞാൽ സൈന്യം, പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട്, എങ്ങനെയുള്ള സൈന്യത്തെ? വ്യൂഢം, അണിനിരത്തിയ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനൻ ആചാര്യനെ സമീപിച്ചു. ആരാണ് ആചാര്യൻ? ദുര്യോധനനെ സംബന്ധിച്ച ആചാര്യൻ ആരാണ്? ദ്രോണാചാര്യൻ. ദ്രോണാചാര്യർ
അതുപോലെ കൃപാചാര്യർ, അവരൊക്കെ കൗരവപക്ഷത്താണ്. ഭീഷ്മർ ആചാര്യനാണ്, പിതാമഹനും ആചാര്യനാണ്. ഭീഷ്മർ ആചാര്യ തുല്യനാണ്, ഏറ്റവും ചുരുങ്ങിയത്. എന്നാൽ ഇവിടെ ദ്രോണാചാര്യരെയാണ് വിവക്ഷിക്കുന്നത്, ദുര്യോധനൻ. എന്നിട്ട് പറയുകയാണ്, എന്താ പറഞ്ഞത്? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. പശ്യ, കണ്ടാലും, പാണ്ഡുപുത്രാണാം, പാണ്ഡുപുത്രന്മാരെ കണ്ടാലും, പാണ്ഡുപുത്രന്മാരാൽ അണിനിരത്തിയിരിക്കുന്ന മഹദീം ചമും, മഹത്തായിട്ടുള്ള സൈന്യത്തെ, മഹദീം എന്ന് പറഞ്ഞാൽ, ചമും എന്ന് പറഞ്ഞാൽ സൈന്യത്തെ, എങ്ങനെയുള്ളത്? മഹത്തായ സൈന്യത്തെ കണ്ടാലും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ പാണ്ഡവ സൈന്യത്തിൻ്റെ ആ വലുപ്പത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ദുര്യോധനൻ്റെ ഉള്ളിൽ കൃത്യമായ വിലയിരുത്തലുണ്ട്, ബോധമുണ്ട്. ആ പാണ്ഡവ സൈന്യത്തെ നയിക്കുന്നത് ദ്രുപദപുത്രനാണ്. തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനാണല്ലോ അദ്ദേഹം. ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് ദ്രുപദൻ, ദ്രുപദപുത്രനായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നാൽ നയിക്കപ്പെടുന്നതാണ് പാണ്ഡവ സൈന്യം എന്നും അത് ദ്രോണൻ്റെ ശിഷ്യൻ തന്നെയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് നടരാജഗുരുവും ഗുരു നിത്യചൈതന്യതിയൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് മനുഷ്യ മനഃശാസ്ത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. മഹാഭാരതം വായിച്ചവർക്കും പഠിച്ചവർക്കൊക്കെ അറിയാതെ ദ്രോണാചാര്യരുടെ മനസ്സിൽ ദ്രുപദൻ എന്ന് കേൾക്കുന്നത് കൂടുതൽ ഈർഷ്യയും കോപവും വളർത്താൻ സഹായിക്കുന്നൊരു പദമാണ്. കാരണം അശ്വത്ഥമാവിന്, ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവിന് അരിമാവ് കലക്കി കൊടുത്തിട്ട് പാലാണെന്ന് പറഞ്ഞ് പറ്റിച്ച് അധിക്ഷേപിച്ച ഇടമാണ് ദ്രുപദ രാജധാനി. മാത്രമല്ല ദ്രോണൻ്റെ സുഹൃത്തു കൂടിയാണ് ദ്രുപദൻ. പക്ഷെ രാജാവായപ്പോൾ ദ്രുപദ രാജാവ് ദ്രോണനെ അധിക്ഷേപിച്ചു. എന്തെന്നാൽ തുല്യർക്ക് തുല്യമാണ് സഖാക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളാകുന്നത്. നിങ്ങൾക്ക് എൻ്റെ സുഹൃത്താകാൻ എന്ത് യോഗമാണുള്ളത് എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചിരുന്നു. ഈ അധിക്ഷേപം കൊണ്ടൊക്കെ ഉള്ളുനീറി നിൽക്കുന്ന ദ്രോണാചാര്യരുടെ ഉള്ളിൽ ദ്രുപദനെയും ദ്രുപദപുത്രനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുര്യോധനൻ മനഃശാസ്ത്രപരമായി ദ്രോണാചാര്യരുടെ ഉള്ളിൽ ശത്രുവിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രചോദനം, നിഹനത്തിനായിട്ടുള്ള, ഹത്യയ്ക്കായിട്ടുള്ള പ്രചോദനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഭാഗങ്ങളാണിതെല്ലാം. നമ്മൾ വ്യാസനെ പോലുള്ളൊരു മഹാത്മാവ് എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതിലൊക്കെ തന്നെ മനുഷ്യൻ്റെ ബോധത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഇൻറ്റൻഷനുകളെക്കുറിച്ചും ഒരു വ്യക്തിയുടെ ഉള്ളിലിരിപ്പുകളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് വ്യാസൻ. കാരണം വ്യാസൻ ആണല്ലോ ഭാരതത്തിൻ്റെ മുഴുവൻ അധ്യാത്മശാസ്ത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 വേദങ്ങളെ എഡിറ്റ് ചെയ്തത് കൊണ്ടാണ് വ്യാസൻ എന്ന് പേര് വന്നത് തന്നെ. വ്യാസൻ്റെ ശരിയായിട്ടുള്ള പേര് കൃഷ്ണൻ എന്നാണ്. ദ്വീപിൽ ജനിച്ചത് കൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് ഉണ്ടായത്. അതുകൊണ്ട് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നാണ് പേര്. 4 വേദങ്ങളെ വ്യസിച്ചിരിക്കുന്നു. വേദം ആദിയിൽ ഒന്നായിരുന്നു, ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വേദത്തെ 4ആക്കി പകുത്തു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് 4 വേദങ്ങളായിട്ട് വിഭജിച്ചു. അത് ഓരോ ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് മഹാഭാരതം എന്ന ഇതിഹാസം എഴുതി. അതുകൂടാതെ 18 പുരാണങ്ങൾ എഴുതി. അതുകൂടാതെ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന അതുല്യമായ ഒരു കൃതി എഴുതിയിട്ടുണ്ട് വ്യാസൻ.
ബാദരായണൻ എന്ന പേരിനാലും അറിയപ്പെടുന്നത് വ്യാസനാണ് എന്ന് പറയപ്പെടുന്നു. പതഞ്ജലിയുടെ യോഗസൂത്രത്തിന് വ്യാസഭാഷ്യമുണ്ട്. നിരവധി കൃതികൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് വ്യാസൻ്റെ സംസ്കാരമാണ് ഭാരത സംസ്കാരം എന്ന് പറയും. വ്യാസ ഉച്ഛിഷ്ടം ജഗത് സർവം, ഈ ലോകം മുഴുവനും വ്യാസൻ്റെ ഉച്ഛിഷ്ടമാണ്, സാംസ്കാരിക ഉച്ഛിഷ്ടം എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ വ്യാസൻ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. മഹാഭാരതം എഴുതിക്കഴിഞ്ഞിട്ട് വ്യാസൻ നടത്തിയൊരു പ്രഖ്യാപനം, ഇതിലുള്ളത് നിങ്ങൾ പലയിടത്തും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് ഒരിടത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നാണ്. അത്രമാത്രം ശക്തമായ ബോധ്യത്തോടു കൂടിയിട്ട് മഹാഭാരതം സകല വൈജ്ഞാനികതകളുടെയും ഒരു കലവറയായിട്ടാണ് വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വ്യാസൻ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി അർത്ഥങ്ങൾ നിഗൂഹനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1-ാം അധ്യായം ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടില്ല. ശങ്കരാചാര്യരുടെ ഭഗവത്ഗീത ഭാഷ്യം ഉപയോഗിച്ചുകൊണ്ടാണ് പിൽക്കാലത്തുള്ള വ്യാഖ്യാതാക്കൾ എല്ലാവരും ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യർ ഇതിന് ഈ 1-ാം അധ്യായത്തിന് വ്യാഖ്യം എഴുതിയിട്ടില്ല. 1-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപോദ്ഘാതം എഴുതിയിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ ഗീതയിലേക്കുള്ള നല്ലൊരു പ്രവേശികയാണ് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളത്. അതിൽ ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് ശങ്കരാചാര്യർ പറയുന്നത്, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദത്തിൻ്റെ സാരമാണെന്നാണ്. കാച്ചിക്കുറുക്കിയ വേദമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഉപനിഷത്ത് കാച്ചിക്കുറുക്കിയതാണ്. ആ ഭഗവത്ഗീത എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ രണ്ട് സ്റ്റെപ്പോട് കൂടിയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഭഗവത്ഗീത പഠിക്കാൻ പറ്റില്ല. ഒന്ന്, പ്രവൃത്തി മാർഗത്തിലൂടെ, പ്രവൃത്തിനിരതമായ ധർമ്മത്തിലൂടെ പഠിക്കാം, നിവൃത്തിനിരതമായിട്ടുള്ള ധർമ്മത്തിലൂടെ പഠിക്കാം. ഈ രണ്ടും സാങ്കേതിക പദങ്ങളാണ്, വളരെ സാങ്കേതികത്വമുള്ളതാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് കർമ്മമാണല്ലോ, നിവൃത്തി എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നുള്ള വിമുക്തിയാണ്. അതുകൊണ്ട് ഏറെക്കുറെ മനുഷ്യരൊക്കെ പ്രവൃത്തിനിരതരായിട്ടുള്ളവരാണ്. നമ്മളെല്ലാവരും കർമ്മകേന്ദ്രീകൃതമായി ജീവിക്കുന്നവരാണ്, ഒത്തിരി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് കർമ്മങ്ങളിൽ ഒരാൾ ഏർപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, രജോ ഗുണം നമ്മളിൽ പ്രബലമായിരിക്കുന്നത് കൊണ്ടാണ്. അർജുനനും രജോ ഗുണം പ്രബലമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ പ്രമേയമായിരിക്കുന്ന ബ്രഹ്മവിദ്യ, ആത്മവിദ്യ പഠിക്കാനായിട്ട് ഈ രണ്ട് വശങ്ങൾ അറിയണം. ഒന്ന്, കർമ്മം എങ്ങനെ നല്ലവണ്ണം ചെയ്യാമെന്ന് പഠിക്കണം. അതിനെ പ്രവൃത്തി മാർഗം എന്ന് പറയും, ദ പാത്ത് ഓഫ് കർമ്മ. അതിൽ ശരിയായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കർമ്മത്തെ യോഗാത്മകമായിട്ട് ചെയ്യണം. അതിനെ കർമ്മയോഗ എന്ന് പറയും. കർമ്മയോഗയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കർമ്മയോഗാത്മകമായി ചെയ്യണമെങ്കിൽ കർമ്മഫലത്തിലുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിച്ചേക്കണം. ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് ഫലം ഉണ്ടാകില്ല എന്നല്ല എൻ്റെ അർത്ഥം. കർമ്മത്തിനെല്ലാം ഫലമുണ്ട്, പക്ഷേ ആ കർമ്മഫലം നമ്മൾ തീരുമാനിക്കേണ്ടതല്ല, നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് കർമ്മത്തിൻ്റെ ഫലം തീരുമാനിക്കാനുള്ള കരുത്തില്ല. അതുകൊണ്ട് കർമ്മഫലം ഈശ്വര നിശ്ചിതമാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ഫലം ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് സ്വീകരിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ മനസ്സ് ഒത്തിരി സംശുദ്ധമായിട്ട് തീരും, ചിത്തപ്രസാദം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മനസ്സ് വിശുദ്ധമാക്കാനുള്ളൊരു മാർഗമാണ് കർമ്മയോഗം. അതാണ് ആദ്യത്തെ പാത്ത്. ഭഗവത്ഗീത എല്ലാവരോടും പറയുന്നത്
ഫലത്തിലധികം ആഗ്രഹം വെച്ച് ജീവിക്കല് എന്നാണ്. ഫലം ഈശ്വരനിശ്ചയമായിട്ട് കരുതുക. ഫലം എങ്ങനെ വന്നാലും സമഭാവത്തിൽ സ്വീകരിക്കുക. ദുഃഖമായാലും സുഖമായാലും അത് തീരുമാനിക്കുന്ന നമ്മളല്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം ആണല്ലോ നമ്മുടെ ഒരു പ്രശ്നമായിരിക്കുന്നത്. ഈ അഹങ്കാരം എവിടെ നിന്ന് വരുന്നു? അത് കർത്തൃത്വഭാവത്തിൽ നിന്ന് വരുന്നത്. അഹങ്കാരം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം. ആ കർത്തൃത്വത്തെ ഉപേക്ഷിക്കുക. അതിനെന്ത് വേണം? അതിന് ജ്ഞാനം ആവശ്യമുണ്ട്, അതിന് ആത്മബോധം ആവശ്യമുണ്ട്. അപ്പോൾ ആത്മബോധത്തെ സംബന്ധിക്കുന്ന ശിക്ഷണമാണ് ജ്ഞാനത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇപ്പം ജ്ഞാനമാർഗം, ജ്ഞാനയോഗം എന്ന് പറയും. അപ്പോൾ കർമ്മയോഗം ചിത്തശുദ്ധീകരണത്തിനും ജ്ഞാനയോഗം ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് കർമ്മയോഗം കടന്നു പോയതിന് ശേഷം മാത്രമാണ് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ജ്ഞാനയോഗത്തിലൂടെ ജ്ഞാനനിഷ്ഠനായിട്ട് തീരണം, ആത്മാവിൽ ഉറച്ചിരിക്കാൻ കഴിയണം. അപ്പോൾ അർജുനന് ഏത് വേണമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി ചർച്ച വരുന്നുണ്ട്. അത് അർജുനൻ്റെ ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട്. ആദ്യമേ തന്നെ ഭഗവത്ഗീതയുടെ ഈ 2 തട്ടുകളുള്ള അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒരു പദ്ധതി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അദ്വൈത വേദാന്തത്തിൽ ആവർത്തനം വിരസമല്ല. കാരണം ആവർത്തിക്കും തോറും നമ്മളുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. അതുകൊണ്ട് തത്വശ്രവണം നിരന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ എത്ര കേട്ടാലും നമ്മൾക്ക് മറവി സംഭവിക്കും. അധ്യാത്മമായിട്ടുള്ള ഓർമ്മ നിലനിൽക്കാനായിട്ട് നിരന്തരം ശ്രവണം ചെയ്യുകയേ ഒരു മാർഗമുള്ളൂ, വേറൊരു മാർഗവുമില്ല. അങ്ങനെ തത്വശ്രവണത്തിലുള്ള താല്പര്യവും അതിലുള്ള മാധുര്യവും നമുക്ക് വർദ്ധിച്ച് വരണം. നിരന്തരമായിട്ട് തത്വശ്രവണം ചെയ്യുന്നതിലൂടെ മനസ്സിന് ഏകാഗ്രത വരും, മനസ്സിന് സാത്വിക ഭാവം കൈവരും, നമ്മുടെ ചിത്തവൃത്തികളും ചിന്തകളുമൊക്കെ ഏകീകരിക്കാൻ തുടങ്ങും, അത് ധ്യാനാത്മകമാകാൻ തുടങ്ങും, അതിനൊരു സൗമ്യത വരാൻ തുടങ്ങും. ഇങ്ങനെ നമുക്ക് വ്യക്തിഗത തലത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ പാത സുഗമമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവത്ഗീത പഠനം സമാധാനം, ശാന്തി, ആത്മസുഖം, സ്വാതന്ത്ര്യം ഇതൊക്കെ അകത്ത് കണ്ടെത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അപ്പം നമ്മൾ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ദുര്യോധനനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ദുര്യോധനൻ യുദ്ധഭൂമിയിലെത്തിയിട്ട് ആചാര്യനെ സമീപിച്ചു. ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് ദ്രുപദനെയും ദ്രുപദപുത്രനെയും ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പാണ്ഡവ സൈന്യത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകുകയാണ്. ആ പാണ്ഡവ സൈന്യം എങ്ങനെയുള്ളതാണ്? അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗചാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഇത് ഭഗവത്ഗീതയിൽ ഇതാണോ പറയുന്നതെന്ന് വിചാരിക്കും നിങ്ങൾ. ഒരു അധ്യായം ഇങ്ങനെ പോകും, അതിൽ പറയുന്ന വിഷയങ്ങൾ പാണ്ഡവ സൈന്യത്തെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു സന്ദർഭമാണ്. ഓരോരുത്തരുടെ പേരുകൾ എണ്ണി പറയുകയാണ്. പാണ്ഡവ പടയിൽ വില്ലേന്തിയവരും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും ഒപ്പം നിൽക്കുന്നവരും ശൗര്യമുള്ളവരും ഉണ്ട്. സാത്വികിയും വിരാടരാജാവും മഹാരഥനായ ദ്രുപദരാജാവും ധൃഷ്ടകേതുവും ചേകിതാനനും യുദ്ധസാമർഥ്യമുള്ള കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും പരാക്രമിയായ യുദ്ധാമന്യുവും പൊരുതാൻ പോന്ന ഉത്തമൗജസ്സും അഭിമന്യുവും ദ്രൗപദിയുടെ 5 മക്കളുമുണ്ട്.
ഇവരെല്ലാവരും മഹാരഥന്മാരാണ് എന്ന് ദ്രോണാചാര്യരോട് ദുര്യോധനൻ പറയുക. ഒരർത്ഥത്തിൽ ദുര്യോധനൻ്റെ മനസ്സിൽ ആശങ്കകൾ പെരുകാൻ തുടങ്ങിയിട്ടുണ്ട് യുദ്ധക്കളത്തിലെത്തിയപ്പോൾ. ദുര്യോധനൻ്റെ ഒരു വിഷാദം ഇതിലുണ്ട്. ആ വിഷാദത്തെക്കുറിച്ചിട്ട് അല്ല പറയുന്നത്, അർജുനൻ്റെ വിഷാദമാണ് ഇതിൽ പ്രധാനമായിരിക്കുന്നത്. ധൃതരാഷ്ട്രയുടെ വിഷാദത്തിനല്ല, ദുര്യോധനൻ്റെ വിഷാദത്തിനല്ല പ്രാധാന്യം, അർജുനൻ്റെ വിഷാദമാണ്. അർജുനൻ്റെ വിഷാദം എന്തുകൊണ്ട് യോഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇവരുടെ വിഷാദം യോഗമാവുകയില്ല. ദുര്യോധനൻ്റെ വിഷാദം ഡിപ്രഷനിലേക്ക് പോകുന്നതാണ്, രോഗാതുരമാകുന്നതാണ്, യോഗാത്മകമാകുന്നതല്ല. യോഗാത്മകമാകണമെങ്കിൽ വിഷാദം പരിണമിക്കാൻ സന്നദ്ധമാകണം. വിഷാദം പരിണമിച്ച് വിവേകം വളരുകയും വിവേകത്തിലൂടെ ഒരു ഗുരുവിനെ സമാശ്രയിക്കുകയും ആ ഗുരുവിൽ നിന്ന് ജ്ഞാനം തേടാൻ നമ്മൾ സന്നദ്ധരാവുകയും വേണം. അവിടെ അർജുനൻ്റെ വിഷാദം പരിണാമിയാണ്, അന്വേഷണാത്മകമാണ്, സമർപ്പണ സ്വഭാവമുള്ളതാണ്. അത് നമുക്ക് ക്രമാനുഗതമായിട്ട് മനസ്സിലാകും. എന്നിട്ട് ദുര്യോധനൻ പറയുന്നു, അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അല്ലയോ ദ്രോണാചാര്യരെ, ഇനി നമ്മളുടെ സൈന്യത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കൗരവ സൈന്യത്തെ പരിചയപ്പെടുത്താണ്. അതാണ് ഒരു ഭാഗം. രണ്ട് സൈന്യത്തെയും പരിചയപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? ദ്രോണാചാര്യർ വേണ്ടവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ യുദ്ധത്തിൽ പാളിച്ചകൾ വരാം. ആ പാളിച്ചകളൊന്നും വരാതിരിക്കാനായിട്ടും ദ്രോണാചാര്യർക്ക് വേണ്ടത്ര പരിഗണന ദുര്യോധനൻ കൊടുത്തു എന്നൊക്കെ അറിയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തലൊക്കെ നടത്തുന്നത്. എന്നിട്ട് സ്വന്തം സൈന്യത്തെ പരിചയപ്പെടുത്തിയിട്ട് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന തദസ്മാകം ബലം, ആ നമ്മുടെ സൈന്യം, ബലം എന്ന് പറയുന്ന സൈന്യം അപര്യാപ്തമാണ്, വേണ്ടത്ര പോരുന്നതല്ല. പര്യാപ്തം തു ഇതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന. ഭീഷ്മർ എന്നും ഭീമനെന്നും ഒരു പ്രാസത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണ്. ഇത് വലിയ ഒരു വൈരുദ്ധ്യമായിട്ട് നടരാജ ഗുരു പറയുന്നുണ്ട്. നടരാജ ഗുരുവാണ് 1-ാം അധ്യായത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു മഹാത്മാവ്. അതായത് സ്വന്തം സൈന്യം അപര്യാപ്തമാണെന്ന് തോന്നാം, എന്നാൽ എതിർ സൈന്യം പര്യാപ്തമാണെന്ന് തോന്നാം. അത് ദുര്യോധനൻ്റെ മനസ്സിൻ്റെ അപ്പോഴത്തെ വിഹ്വലതകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വൈപരീത്യമായിട്ട് എണ്ണാവുന്നതാണ്. അതുകൊണ്ട് അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ പോയി നിന്ന് ഭീഷ്മരെ രക്ഷിക്കാൻ പറയുകയാണ്. എല്ലാവരോടുമായിട്ട്, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമായിട്ട് അനൗൺസ്മെൻ്റ് നടത്താണ്. വ്യൂഹം ചമച്ച് ആ വ്യൂഹത്തിൻ്റെ മുഖങ്ങളിൽ അണിനിരന്നുകൊണ്ട് ഭീഷ്മർ വീഴാതെ നോക്കണം. ഭീഷ്മരാണല്ലോ ഇപ്പോൾ നമ്മളുടെ സൈന്യത്തെ നയിക്കുന്നത്. വാസ്തവത്തിൽ ഭീഷ്മരാലാണ് എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടത്. ഭീഷ്മരെ രക്ഷിക്കുകയല്ല ഉദ്ദേശ്യം. ഇത് ഭീഷ്മരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ദുര്യോധനൻ പറയുന്നത്. ദ്രോണാചാര്യരിൽ നിന്ന് ഭീഷ്മാചാര്യരിലേക്ക് വന്നു. ദുര്യോധനൻ്റെ ഫോക്കസ് ഒരു ക്യാമറയുടെ ഫോക്കസ് വരുന്നത് പോലെ നമ്മളിത് കാണണം. യുദ്ധക്കളത്തിൽ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് മാറിയിട്ട് ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് വന്നു. ആ ഭീഷ്മാചാര്യർക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. തന്നെ രക്ഷിക്കാനാണല്ലോ ഈ ദുര്യോധനൻ പറയുന്നത്. അതുകൊണ്ട് ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ട് സംതൃപ്തനായിട്ട്
എന്ത് ചെയ്തു? സിംഹനാദം വിനദ്യോച്ഛൈഹി ശംഖം ദത്മോ പ്രതാപവാൻ. സിംഹത്തെപ്പോലെ അദ്ദേഹം അലറി. ആ സമയത്ത് ഭീഷ്മപിതാമഹൻ വലിയ ശബ്ദത്തിൽ ഒച്ച വെച്ചു, സന്തോഷം കൊണ്ട്. അത് ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ കൂടിയാണ്. എന്നിട്ട് പ്രതാപവാൻ, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ശംഖ് വിളിച്ചു. ശംഖ് വിളിക്കുക എന്ന് പറഞ്ഞ യുദ്ധത്തിൽ ആരാണ് ശംഖ് വിളിക്കുന്നത്? അവരാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ പാണ്ഡവ സൈന്യമാണ് ഇതിൽ യുദ്ധം തുടക്കം കുറിക്കേണ്ടത് പാണ്ഡവരുടെ ആവശ്യമായിരുന്നു. വാസ്തവത്തിൽ കൗരവർ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യാണ് ആദ്യം. അപ്പോൾ അതുതന്നെ ഒരു ധർമ്മലോപമാണ് അടിസ്ഥാനപരമായിട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ. അങ്ങനെ തതശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഹ സഹസ്ര ഏവ അഭ്യഹന്യന്ത സശബ്ദസ്തുമുലോ അഭവത്. ഈ ശംഖനാദം കേട്ടപ്പോൾ മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് ശംഖൂതാൻ തുടങ്ങി. അങ്ങനെ ഒരു ബഹളമയമായി അവിടെ. ആ യുദ്ധക്കളം മുഴുവനും ബഹളമയമായി. അതിൻ്റെ പ്രതിധ്വനികൾ ഇങ്ങനെ അവിടെ അലയടിക്കാൻ തുടങ്ങി. ഈ കൗരവ സൈന്യത്തിൻ്റെ ശംഖനാദത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാണ്ഡവരുടെ സൈന്യം ആ ശംഖുലി ഏറ്റെടുക്കുന്നുണ്ട്. അത് അവതരിപ്പിക്കുന്ന സമയത്ത് വ്യാസൻ ഒരു ക്രമം കൊണ്ടുവരുന്നുണ്ട്. ക്രമപ്രകാരമാണത് വിളിക്കുന്നത്. അതിന് ഒരു കൃത്യമായ മൂല്യപരമായ ഉയർന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് വരുന്നവർ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. ഓരോ ശംഖിൻ്റെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മളുടെ ഫോക്കസ് പോകുന്നത് ദുര്യോധനിൽ നിന്ന് മാറി. അത് കുരുക്ഷേത്രത്തിലെ ഒരു കഥാസംഗത്തിൽ കഥ പറയുന്നത് പോലെയാണ് വ്യാസൻ പറയുന്നത്. കുരുക്ഷേത്രത്തിൻ്റെ വേറൊരു വശത്ത് നിന്നിട്ട് തതശ്വേതൈർ ഹയർ യുക്തേ, വെളുത്ത കുതിരകളെ പൂട്ടിയ മഹതിസ്യന്തനെ സ്ഥിതവും, വലിയ ഒരു തേരിൽ ഇരുന്നു കൊണ്ട് മാധവനും പാണ്ഡവനും ദിവ്യോ ശംഖോ പ്രദത് മധുഹു, ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളെ വിളിച്ചു. ആര്? ശ്രീകൃഷ്ണനും അർജുനനും വെളുത്ത കുതിരകളെ പൂട്ടിയ തേരിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ആഗമനം ധർമ്മത്തിൻ്റെ ആഗമനമായിട്ടാണ് ഈ വെളുപ്പ് പ്രതിനിധാനം ചെയ്യുന്നത്. വെളുപ്പ് എന്ന് പറയുന്ന ശ്വേതവർണ്ണത്തിലുള്ള വെളുത്ത നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ തേരിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് ധർമ്മത്തിൻ്റെ ആഗമനമാണ് അറിയിക്കുന്നത്. ആ വെളുപ്പ് എന്ന് പറയുന്നതിന് വലിയ സാങ്കത്യമുണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ നടരാജഗുരു പ്രത്യേകം പറയുന്നു. നടരാജഗുരുവിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ വായിക്കണം. അത് 1-ാം അധ്യായത്തിന് ഇത്രയും ശാസ്ത്രീയവും സയൻറ്റിഫിക്കായിട്ടും പഠിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമാണത്. അതുകൊണ്ട് എങ്ങനെയാണ് അത് ശംഖു വിളിക്കുന്നതെന്നറിയോ? പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര അനന്തവിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. ഇങ്ങനെ ക്രമപ്രകാരം പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ കൃഷ്ണൻ വിളിച്ചു, അർജുനൻ ദേവദത്തം എന്ന ശംഖ് വിളിച്ചു, ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖ് വിളിച്ചു. ഇങ്ങനെ ഓരോരോ ശംഖുകളുടെ പേരും അവരുടെ ശംഖധ്വനിയും ക്രമാനുഗതമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ ധർമ്മത്തിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന രീതിയുണ്ട്. ഒന്നിനു ശേഷം വേറൊന്ന് വരുന്നു. അതിൽ ആദ്യം ശംഖു വിളിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണനാണോ? കൃഷ്ണൻ വെറും ഒരു തേരാളി മാത്രമാണ്. പക്ഷേ പാണ്ഡവ സൈന്യത്തിൽ ഒരു മൂല്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു തേരാളി ആണെങ്കിലും ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഈശ്വര സാന്നിധ്യമാണ്. ആ ഈശ്വര സാന്നിധ്യം ആദ്യം വരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ട് സൈന്യത്തിൻ്റെയും രീതിവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഘടന നമുക്ക് പറഞ്ഞു തന്നിട്ട് കൗരവ സൈന്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാണ്ഡവ സൈന്യത്തിന് ഒരു കൃത്യമായ മൂല്യബോധം ഉള്ള ഒരു
ഒരു കൃത്യമായൊരു പാറ്റേൺ അതിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാണ്ഡവ സൈന്യത്തിൻ്റെ ശംഖുലി സഘോഷോധാത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത്, അത് ധാത്തരാഷ്ട്രന്മാരുടെ കൗരവന്മാരുടെ ഹൃദയങ്ങളെ പിളർക്കുന്നതായിരുന്നു അത്രേ. ആ ശംഖനാദം കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത ഭീതിയുണ്ടായി. 20-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പൊടുന്നതിനെ എടുത്തെടുത്ത് പോകുകയാണ്. കാരണം നമ്മൾ ഇനി വരുന്ന അധ്യായങ്ങളിലാണ്, 2-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം മുതലാണ് 11-ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ വരെ ഇതുപോലെയുള്ള ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ചിട്ടുള്ള അവതരണമാണ്. ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ തുടങ്ങും. ഇത് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല, വളരെ പ്രയാസമായിരിക്കും നമുക്ക്. ഇതൊരു ജീവിത ദർശനമാണ്. ഭഗവത്ഗീത പ്രാക്ടിക്കൽ വേദാന്ത എന്നാണ് പറയുക. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയുണ്ട്. ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൽ, ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ, ഒരു ന്യായാധിപൻ്റെ ജീവിതത്തിൽ, ഒരു ഭരണാധികാരിയുടെ ജീവിതത്തിൽ, ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയുണ്ട്. എന്തെന്നാൽ വിനോബാജി തൻ്റെ ഗീതാഭാഷ എഴുതുമ്പോൾ പറയുന്നത്, ഒരിക്കൽ ഒരു ഡോക്ടർ, അനവധി ആളുകളെ സർജറി ചെയ്തിട്ടുള്ള ഡോക്ടർ, അദ്ദേഹം ഒരു ദിവസം സർജറി ടേബിളിൻ്റെ അടുത്ത് വരുമ്പോൾ ആ സർജറി ടേബിളിൽ കിടത്തിയിരിക്കുന്നത് തൻ്റെ മകനാണ്. പെട്ടെന്ന് എന്തോ അസുഖമായിട്ട് തൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആ മകനെ സർജറി ചെയ്യണം. പെട്ടെന്ന് ആ അച്ഛൻ എന്ന ഭാവം, ഡോക്ടർ എന്ന ഭാവത്തിൽ നിന്ന് ആ വ്യക്തി അച്ഛൻ എന്ന ഭാവത്തിലേക്ക് സംക്രമിക്കുകയും അയാൾക്ക് ആ മകനെ സർജറി ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അയാളുടെ മനസ്സ് വളരെ ആകുലമാവുകയും അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എൻ്റെ മകൻ എന്നുള്ള ഭാവം അദ്ദേഹത്തെ ആവേശിച്ചിരിക്കുന്നു. എവിടെയൊക്കെയാണ് എൻ്റെ എന്ന ഭാവം വരുന്നത്, അപ്പോൾ നമ്മുടെ നൈപുണ്യമൊക്കെ നഷ്ടപ്പെടും, നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടും. അർജുനൻ എത്ര ശക്തനായിട്ടുള്ള യോദ്ധാവാണെങ്കിലും വിഷാദവാനായ സന്ദർഭത്തിൽ അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം ശ്രംസദേ ഹസ്താത്, കയ്യിൽ നിന്നത് ആ ഗാണ്ഡീവം ഊർന്നു വീഴുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ നിന്ന് ൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആ വില്ല് അത് ഊർന്നു വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഒരു ഡോക്ടർക്ക് അച്ഛൻ എന്ന ഭാവം മുൻഗമിക്കുമ്പോൾ മകനോടുള്ള മമത നിമിത്തം തൻ്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ന്യായാധിപന് തൻ്റെ മകന് കൊലക്കയർ വിധിക്കേണ്ടി വരുമ്പോൾ ആ ധാർമ്മികനായിട്ടുള്ള ന്യായാധിപൻ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ വളച്ചൊടിക്കാം. ഇത് വരാവുന്നതാണ്. ഇതൊക്കെയാണ് ധർമ്മത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ പഴുതുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചില സന്ദർഭങ്ങളിൽ. നമ്മളുടെ മക്കൾക്ക് അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് മകന് വേണ്ടി അമ്മ നുണ പറയാം, മകനെ സംരക്ഷിക്കാനായിട്ട്. മകനൊരു ക്രിമിനലായിട്ട് പോകാം, പക്ഷേ ആ മകന് വേണ്ടിയിട്ട് അമ്മ നുണ പറയാം. ആ നുണ ആ മകൻ്റെ ജീവിതത്തെ എന്നെന്നും വലിയൊരു ക്രിമിനലാക്കി മാറ്റും. ഇതൊക്കെ ഭഗവത്ഗീത വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ഒരു വ്യക്തി അവരുടെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. അപ്പോൾ ധർമ്മം എന്താണെന്ന് ചോദിക്കും. അത് ഭഗവത്ഗീത പഠിച്ചു വരുമ്പോഴേ അറിയുള്ളൂ എന്താണ് ധർമ്മമെന്ന്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണ്. എൻ്റെ ധർമ്മമായിരിക്കണം എന്നില്ല നിങ്ങളുടെ ധർമ്മം. എനിക്ക് ഇപ്പോഴുള്ള ധർമ്മമായിരിക്കണം എന്നില്ല ഒരു 10 വർഷം കഴിഞ്ഞിട്ട്. ഇന്നുള്ള ധർമ്മമായിരിക്കണം എന്നില്ല നാളെ. അപ്പോൾ ധർമ്മം ഗതീയമാണ്, സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക്കാണ് ധർമ്മം. അപ്പോൾ എത്ര അവബോധമുണ്ടെങ്കിൽ മാത്രമാണ് ധർമ്മത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
ധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഗഹന കർമ്മണോ ഗതിഹി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. ഗഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൗണ്ട് ആണ്, നമുക്ക് സാധാരണ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് കർമ്മത്തിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയുന്നില്ലെങ്കിൽ പൂർവികരായിട്ടുള്ള മഹാത്മാക്കൾ നടന്ന പാതയിലൂടെ നിങ്ങൾ നടന്നോളൂ. അത്രയും മാർഗമുള്ളൂ, വേറെ വഴിയില്ല. നിങ്ങൾക്ക് ധർമ്മം എന്തെന്ന് അറിഞ്ഞുകൂടാ, അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പൂർവികരായിട്ടുള്ള മഹാത്മാക്കൾ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കൂ, അവരുടെ പാതകളിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. എന്നെങ്കിലും ബോധോദയമുണ്ടാകുമ്പോൾ, വിവേകമുണ്ടാകുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് സുനിശ്ചിതമായിട്ടുള്ളൊരു അറിവ് ഉണ്ടായി വരും, ഉള്ളിൽ നിന്ന് വരേണ്ടതാണത്. ഇതൊക്കെ ഭഗവത്ഗീതയുടെ പഠനത്തിലൂടെ നമുക്ക് സമാർജിക്കുവാനായിട്ട് കഴിയും. ഭഗവത്ഗീത അതുകൊണ്ട് വലിയ ഒരു ഖനിയാണ്. മഹാത്മാക്കൾ മുഴുവനും ആനന്ദിച്ചതും സന്തോഷിച്ചതും ഇത് പഠിച്ചപ്പോൾ ഈ ഖനിയിൽ നിന്ന് അവർക്ക് രത്നങ്ങളും വൈഡൂര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ 20ാമത്തെ പദ്യത്തിലെത്തിയപ്പോൾ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷികേശം തഥാ വാക്യം ഇതമാഹ മഹീപദേ. ആ സമയത്ത് അവിടെ അണിനിരന്നിരിക്കുന്ന ധാത്തരാഷ്ട്രാൻ, ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടിട്ട് അർജുനൻ ആ സമയത്ത് യുദ്ധം ആരംഭിച്ചു. ഏകദേശം പ്രവൃത്തെ ശസ്ത്രസമ്പാദേ എന്ന് പറഞ്ഞിരിക്കുന്നു. ശസ്ത്രങ്ങൾ അയച്ചു തുടങ്ങിയ ആ സമയത്ത് യുദ്ധം ആരംഭിച്ചു. കാരണം ശംഖുലി വിളിച്ചു കഴിഞ്ഞാൽ, മുഴക്കിക്കഴിഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു, തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയാണ്, അതുവരെ യുദ്ധക്കളത്തിലേക്ക് വന്നത് ഒരു യോദ്ധാവെന്ന മനോഭാവത്തോടു കൂടിയിട്ട് ശത്രു സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടാനുള്ള സന്നദ്ധതയോടു കൂടിയിട്ട് വന്ന അർജുനൻ ഭഗവാനോട് പറയുന്നു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേ അച്യുത, മേ അച്യുത, എൻ്റെ അച്യുത, എൻ്റെ കൃഷ്ണ, രഥം സ്ഥാപയ, രഥം കൊണ്ടുപോയിട്ട് നിർത്തൂ. എവിടെ? ഉഭയോഹോ സേനയോഹോ മധ്യേ, രണ്ട് സേനകളുടെയും മധ്യത്തിലായിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ രഥം നിർത്താനാണ് പറയുന്നത്. തേരാളിയായിരിക്കുന്ന കൃഷ്ണനോട് അർജുനൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധത, ആ ധീരതയാണത്. പലരും യുദ്ധം തുടങ്ങിയ സമയത്ത് യുദ്ധക്കളത്തിൻ്റെ നടുക്കൽ കൊണ്ടുപോയിട്ട് തേര് സ്ഥാപിക്കുമോ, നിർത്തുമോ? പക്ഷേ അർജുനൻ്റെ ശക്തിയെക്കുറിച്ച് നല്ല ബോധ്യമാണ്. അർജുനൻ ധീരനാണ്, അസ്ത്രവിദ്യയിൽ ഏറ്റവും നിപുണനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭയമില്ല, നിർഭയത്വമാണ് അർജുനൻ്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഉഭയോഹോ സേനയോഹോ മധ്യേ രഥം സ്ഥാപയമേ അച്യുത, അച്യുത കൃഷ്ണ, നമ്മളുടെ രഥം കൊണ്ടുപോയിട്ട് ആ രണ്ട് സൈന്യങ്ങളുടെയും നടുക്കൽ നിർത്തൂ. ഇത് കേട്ടപാടെ ഭഗവാൻ കൃഷ്ണൻ യാവതേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയ ചികീർഷവഃ. ഏത് ഒരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തിയാലാണോ നല്ലവണ്ണം കൗരവന്മാരെ നോക്കിക്കാണാൻ കഴിയുന്നത്, അതുകൊണ്ട് ആ നല്ലൊരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്. ഈ യുദ്ധത്തിൽ ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്, പോരാടേണ്ടതെന്ന് കൃത്യമായിട്ട് നോക്കിക്കാണുന്നത് വരെ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ തേര് നിർത്തിയാലും എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ദുര്യോധനന് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവരെ ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന് യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധതയുണ്ട്, മനസ്സുണ്ട്, ശക്തിയുണ്ട്, കഴിവുണ്ട്, എല്ലാമുണ്ട്.
പൊടുന്നനെ ഇത് താളം തെറ്റുന്നുണ്ട്. ആ താളം തെറ്റലാണ് നമ്മൾക്ക് ഭഗവത്ഗീതയുടെ കോർ ആയിട്ട് മാറുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ് പൊടുന്നനെ ഗ്ലാനിയുള്ളതായിട്ട്, തളർച്ചയുള്ളതായിട്ട് തീരുന്നു. എന്നിട്ട് അർജുനൻ പറയുന്നുണ്ട്, ഭിക്ഷാന്തേഹിയായിട്ട് കാട്ടിൽ പോയിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എനിക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല, എൻ്റെ കൈകാലുകൾ തളർന്നു പോവുകയാണ്. കാരണം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? പിതാമഹനും മാതുലനും ആചാര്യനും സഹോദരങ്ങളും ഒക്കെയാണ് നിൽക്കുന്നത്. അർജുനൻ അധർമ്മം എന്നുള്ളത് മറന്നിരിക്കുന്നു, അധർമ്മികളോടാണ് യുദ്ധം ചെയ്യുന്നുള്ളത് മറന്നിരിക്കുന്നു. പകരം മമത വന്ന് ആവേശിക്കുകയും പരയാ കൃപയാവിഷ്ടോ എന്ന് പറയുന്നുണ്ട്. പരയായിട്ടുള്ളൊരു കൃപ അർജുനനെ ആവേശിച്ചു കഴിഞ്ഞു. അർജുനൻ്റെ മനസ്സ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ്റെ നിപതനം നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി അടുത്തു വരുന്ന ഭാഗത്തിൽ ഒരു ക്ലാസ് കൂടി നമുക്ക് ഈ അധ്യായത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ക്ലാസ്സിലൂടെ നമുക്ക് അർജുനൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഇതുവരെ പറയുന്നതല്ല, വളരെ കോൺട്രഡിക്റ്ററി വിപരീത സ്വഭാവമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് അർജുനൻ മാറുന്നു. അർജുനൻ്റെ വാദഗതികൾ അസാധാരണമെന്ന രീതിയിൽ കൃഷ്ണനെ തേരാളിയായിട്ട് കൊണ്ടുവന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അർജുനൻ പറയുന്നതെല്ലാം, എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഭിക്ഷയെടുത്ത് ജീവിക്കാം, യുദ്ധം എനിക്ക് വയ്യ. അങ്ങനെ അർജുനൻ മാത്രം യുദ്ധക്കളത്തിൽ നിന്ന് വിരമിച്ചത് കൊണ്ട് അവിടെ യുദ്ധം അവസാനിക്കുമോ? യുദ്ധം അവസാനിക്കില്ല. പാണ്ഡവ സൈന്യം മുഴുവനും തച്ചുടയ്ക്കപ്പെടും, നശിക്കപ്പെടും. അത് അവാന്തര ഫലമായിട്ട് വരും. ഇതൊക്കെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് കുറച്ചുകൂടി വ്യക്തത വരുള്ളൂ നമുക്ക്. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. രണ്ടാമത്തെ അധ്യായം എത്തി. രണ്ടാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം വരെ ഇത്തരത്തിൽ ഭഗവത്ഗീതയിലേക്കുള്ള ഒരു എൻട്രൻസ് തുറന്നു തരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അപചയം കാണിക്കുന്ന, ഒരു ഡിഗ്രഡേഷൻ, ഒരു ഫാൾ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് വ്യാസൻ നടത്തിയിരിക്കുന്നത്. അസാധാരണമെന്നേ പറയാവൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ശക്തമായൊരു വ്യക്തിത്വമൊന്നുമല്ല നമ്മളുടേത്. നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ അതിൻ്റെ വേദനയും ദുഃഖവും. നഷ്ടപ്പെടുമ്പോൾ അറിയാം. ഏറെ സ്നേഹിച്ചവർ നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര ദുർബലനാണെന്ന്. ആ ദുർബലതയൊക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നും ശക്തി കൈവരിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയും, ഭഗവത്ഗീത മനുഷ്യന് നൽകുന്നത് കരുത്താണത്രേ. ഏത് കരുത്ത്? ആന്തരികമായൊരു കരുത്ത്. ആ കരുത്ത് മുഴുവനും ഭഗവത്ഗീതയിലുണ്ട്. അത് പഠിപ്പിക്കും. അതുകൊണ്ട് ഓരോ ഭാരതീയനും, ഞാൻ പറയുന്ന ഭാരതീയനെന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തുള്ള എല്ലാവരും ഗീത പഠിക്കണം. അപ്പോഴാണ് അവർക്ക് ലോകത്തോട് നീതി പുലർത്താനും നന്മ പുലർത്താനും തന്നോട് തന്നെ നന്മ പുലർത്താനും കഴിയുള്ളൂ. തൻ്റെ ജീവിതം ഏതൊരു ജീവിതമാണോ തനിക്ക് ദൈവഗത്യ ലഭിച്ചത്, ആ ജീവിതം ജീവിക്കാനുള്ള ഒരു തൻ്റേടം നമുക്ക് വേണം. ആ തൻ്റേടം നമുക്ക് കിട്ടും. അതൊക്കെ ഭഗവത്ഗീത നൽകുന്ന വലിയ പാഠങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം കൂടുതലും. എല്ലാവർക്കും നമസ്കാരം. ഓം. നമസ്കാരം സ്വാമി. നമസ്കാരം. നമസ്കാരം. ക്ലാസ്സുകൾ വളരെ നന്നാകുന്നു. ഉവ്വ. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ പുതിയ ആളുകൾ ഇന്ന് കയറിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇത്രയും നല്ല ക്ലാസ്സുകൾ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം സുനിൽ സാറ് പറഞ്ഞതുപോലെ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ നല്ലൊരു തലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും വളരെ നന്ദി. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കടന്നല്ലോ സ്വാമി. ആയിക്കോട്ടെ. ചെറിയൊരു
സമയം അല്ല, ഒരു 15 മിനിറ്റോളം ആ നമുക്ക്. ആ ആ, നമുക്ക് ചെയ്യാം, 10 മിനിറ്റ് ചെയ്യാം, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓൾ റൈറ്റ്. ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങളോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും ചോദിക്കാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ, ഒരു 15 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. ആ, പറഞ്ഞോളൂ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിലൊരു ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് റിയാക്റ്റിൽ, ഒന്ന് കിട്ടാൽ മതി, ഞാനത് അൺമ്യൂട്ട് ചെയ്യാം ആ വ്യക്തിയെ. ചോദ്യങ്ങൾ ഉണ്ടായി വരണം, ഉരുത്തിരിഞ്ഞ് വരണം ഇനി അതെ എല്ലാവരിലും. അതെ, എന്തെങ്കിലും എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടാവാം ഉണ്ടാവാം, അതെ അതെ. ഉത്തരം എന്തല്ല, നമുക്ക് ഒരു ഉള്ളിൽ തോന്നുന്ന ഒരു തോന്നൽ എന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉത്തരം നമുക്ക് അതിനനുസൃതമായിട്ട് പറയാം. ഒരു തോന്നലും ഉണ്ടാകുമല്ലോ നമ്മുടെ അകത്ത്, എന്താ. അപ്പം പലരും വിചാരിക്കുന്നത് അത് വിഡ്ഢിത്തമായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും. വിഡ്ഢിത്തങ്ങളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠം. എല്ലാം ലോകം തന്നെ ഒരു വിഡ്ഢിത്തമാണ്. അതിനിടയിൽ നമ്മളുടെ വിഡ്ഢിത്തത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ലക്ഷ്മി, ചിലപ്പോ അവർക്ക് ഹാൻഡ് റൈസ് അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് ആരെ ഇപ്പൊ ഒരു ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ഫസ്റ്റ് കൊടുത്തോളൂ. സെഷൻ, അതെ അതെ, ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു ഹാൻഡ് റൈസിന്റെ കേസ്. എന്നിരുന്നാലും നമുക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. രാമപ്രകാശ് സാർ, സംശയം എന്തെങ്കിലും ഉണ്ടോ സാർ? സാർ ഇന്ന് കുറച്ച് ഒരാളെ ആഡ് ചെയ്തിരുന്നത്. നമസ്കാരം സാർ. വളരെ ക്ലാസ് വളരെയധികം നന്നാവുന്നുണ്ട്. ഗീതയുടെ ഒരു പുതിയ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാനും വളരെയധികം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആന്തരിക സംഘർഷങ്ങൾ തന്നെയാണ് തോന്നുന്നു അല്ലെ. ഒരു ആധുനിക രീതിയിൽ പറയുകയാണെങ്കിൽ ഗീതയ്ക്ക് ഒരു കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ അങ്ങനെ എന്ത് കാര്യം കാണുമ്പോൾ തുടങ്ങാനും കൂടി നമ്മള് പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് തോന്നുന്നു എനിക്കിപ്പോ നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. തുടങ്ങണോ വേണ്ടയോ എന്ന് തന്നെ നമുക്ക് വരുന്നില്ല ശരിക്കും പറയുമ്പോൾ അല്ലെ. തുടക്കം കിട്ടാതിനാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പ്രോസസ് ആവും തോന്നുന്നു. ആ തുടക്കം എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ച് ഗീത കുറച്ചുകൂടി വിശദമാക്കി തരും തോന്നുന്നു അല്ലേ? അതെ അതെ, ഗീത മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി വ്യക്തതകൾ കൈവരും. വ്യക്തതകളാണല്ലോ വേണ്ടത്. നമ്മുടെ അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്ക് വരും നമ്മൾക്ക് ഗീതാ പഠനം ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ ഒന്നുമല്ല. ഗീത 700 ശ്ലോകങ്ങളുണ്ട്. അതിലൊരു 2ാമത്തെ അധ്യായമെങ്കിലും കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും എന്താണെന്ന്. അതുവരെ നമ്മൾ കുറച്ച് ഇതിലൂടെ ഈ ശ്രവണം നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൽ തന്നെ ഭാഷാപരമായിട്ടുള്ള ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളോട് പറയുന്ന ഭാഷ ദീർഘകാലമായിട്ട് നമ്മുടെ ഭാരതീയ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ഭാഷയാണ്. അത് ദാർശനിക ഭാഷയാണത്. അപ്പോൾ അതിലെ വാക്കുകൾക്ക് അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ പ്രതിഫലിക്കുന്ന അർത്ഥമാകണമെന്നില്ല അതിന് പൂർണ്ണാർത്ഥം എന്ന് പറയാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും ചെറിയ അർത്ഥഗ്രഹണം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരിലും. കാലക്രമത്തിൽ ശരിയായിട്ടുള്ളൊരു അർത്ഥഗ്രഹണം വരും. ഈ അർത്ഥഗ്രഹണമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും പറയുന്നത് തന്നെയാണോ നിങ്ങൾ കേൾക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം. പറയുന്നതായിരിക്കില്ല കേൾക്കുന്നത്. നിങ്ങളുടെ മനോമണ്ഡലത്തിൻ്റെ പശ്ചാത്തലമനുസരിച്ച് നിങ്ങൾ ചമയ്ക്കുന്ന വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതുകൊണ്ട് പൊടുന്നനെ ഒരു അർത്ഥബോധമോ ഉത്തരമോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കാലക്രമത്തിൽ തെളിച്ചം, സൂര്യോദയം പോലെ ആ തെളിച്ചം, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉദിച്ച് ഉയരും തോറും വെളിച്ചം കൂടി വരുന്നത് പോലെ ദീർഘകാലത്തെ ശ്രവണ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് തത്വബോധം ഉദിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എഫർട്ട് എടുക്കണം ഗീത പഠിക്കാനായിട്ട്. എത്രയോ വർഷങ്ങളിലൂടെയാണ് ഗീത പഠിക്കാൻ പറ്റുന്നത്.
എത്രയോ വർഷങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വർഷമോ 2 വർഷമോ ഒന്നല്ല. നമ്മൾ ദീർഘകാലം അതിൽ മനനം ചെയ്യണം. വാക്കുകൾ, അതിൻ്റെ ഘടന മനസ്സിലാക്കണം. പെട്ടെന്നാർക്കും ഗീതയുടെ ഘടന ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഇപ്പോൾ 2 ക്ലാസ് ഞങ്ങൾ എടുത്തു എന്ന് വിചാരിച്ച് ഗീതയിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല. അതിനൊരു ആകവേ ഘടനയുണ്ട്. ആ ഘടനയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു പ്രാവശ്യം ഒരു ആവൃത്തി ആദ്യം ഗീത പഠിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ആവൃത്തി പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഭഗവത്ഗീത ഒരു സംസ്കാരമായൊരു കൾച്ചറായിട്ട് നമ്മൾ പഠിക്കുന്നത് വളർത്തിയെടുക്കണം. എല്ലാ ദിവസവും ഗീതാ പാരായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഗീത പാരായണം ചെയ്യുന്നത് ആസ്വദിക്കണം. അതിലെ വാക്കുകളെ സ്നേഹിക്കണം. അതിൽ ഓരോ പദവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിൽ ഉത്തരമായിട്ട് ഭവിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഗീത പഠിക്കുക നമ്മൾ. അതുകൊണ്ട് എന്തായാലും അടുത്തൊരു സെഷനൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തത വരും. താങ്ക് യു സ്വാമി, താങ്ക് യു വെരി മച്ച്. സന്തോഷം. സ്വാമിജി, ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു ഒരു ഡോക്ടർ അവരെ രോഗിയെ സമീപിക്കുമ്പോഴും, അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പദത്തിനൊരു പ്രാധാന്യം. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടേതാണെന്നുള്ളൊരു ബോധം വരുമ്പോൾ നമ്മുടെ കർമ്മപദത്തിലുള്ള ആ കഴിവ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു സംവിധാനം, അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ സ്വന്തമാണെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥ കൂടും എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുക ശരിക്കും? അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് എൻ്റെ ഫലം കിട്ടും എന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടുമെങ്കിലും അതിന് പ്രത്യാഘാതങ്ങളുണ്ട് വളരെയധികം. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ശക്തമാവുകയും അതോടൊപ്പം അതിൻ്റെ പ്രതിഫലത്തിലുള്ള ഇച്ഛ നിമിത്തം എനിക്ക് കൂടുതൽ ചെയ്യാനുള്ള പ്രേരണ വരികയൊക്കെ ചെയ്യുമ്പോൾ വേറെ ആർക്കും അതിൻ്റെ ഫലം പങ്കുവയ്ക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ. ആ കർമ്മത്തിൻ്റെ കർത്തൃത്വബോധം ശക്തമാകും തോറും കർമ്മഫലം വേറൊരാൾക്കും പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രമിക്കും നമ്മൾ. അതിലൂടെ കാലക്രമത്തിൽ നമ്മൾ വളരെ സ്വാർത്ഥനായൊരു മനുഷ്യനായിട്ട് മാറുകയും നമ്മളുടെ കർമ്മങ്ങൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ ഒറ്റപ്പെടുകയും നമ്മളെ മനസ്സിലാക്കാൻ ആരും ഇല്ലാതിരിക്കുകയും നമ്മൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരു സൗഹൃദം പോലും ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് ഹൃദയത്തിലൊരു ശൂന്യത വന്നറിയും. പണം കൊണ്ട് വാങ്ങിക്കാൻ കിട്ടാത്ത ചിലത് നമ്മളുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ കർമ്മഫലം നമുക്ക് അനുകൂലമാക്കി തീർക്കുന്നതല്ല. ഈശ്വര ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരകൃതമാണ്. ഈശ്വരനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈശ്വര നിശ്ചയമാണ് ധർമ്മം, ഓരോരുത്തരിലും ഇരിക്കുന്ന ധർമ്മം. ആ ധർമ്മം ചെയ്യപ്പെടാൻ അനുവദിക്കുകയേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ കർത്തൃത്വം അതിൽ കലരാൻ പാടില്ല. കർത്തൃത്വം കലരാതെ എങ്ങനെയാണോ പ്രകൃതിയിൽ ഒരു മഴ പെയ്യുന്നത്, നദി ഒഴുകുന്നത്, അതുപോലെ നമ്മളിലൂടെ ഈ ധർമ്മം സ്വാഭാവികമായിട്ട് പ്രവഹിക്കണം. അപ്പോൾ നമുക്ക് കർമ്മഫല അഭിവാഞ്ഛ ഉണ്ടാകില്ല. എന്നുവെച്ചാൽ നമ്മൾ ആ ഒഴുക്കിനെ തന്നെ ആസ്വദിക്കുന്നുണ്ട്, ഒഴുക്കിനെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഒഴുക്ക് തന്നെ നമുക്ക് ആനന്ദം നൽകുന്നുണ്ട്. ഫലം കിട്ടിയില്ലെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനന്ദമുണ്ട്. കർമ്മം നമ്മളിലൂടെ സംഭവിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ട്, സുഖമുണ്ട് അതിന്. അപ്പോൾ കർമ്മഫലം കിട്ടിയാലേ ആനന്ദമുള്ളൂ എന്ന് വരുന്ന രീതിയല്ല. കർമ്മമെന്നും ഫലമെന്നും രണ്ടാക്കി വെച്ചിട്ട് കർമ്മഫലം ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാവും കിട്ടും. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് സന്തോഷം ഉണ്ടാവുള്ളൂ ഫലം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെയല്ല, കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ, അപ്പോൾ ആ കർമ്മത്തിൽ തന്നെ സുഖം ലഭിക്കുമ്പോൾ, അതാണ് ഇപ്പോൾ ആധുനിക കാലത്ത് കൂടുതൽ ആളുകളും പ്രസൻറ്റ് എന്ന് പറയുന്ന ഈ നിമിഷത്തിലേക്ക് വരാൻ പറയുന്നത്. ഇവിടെ ജീവിക്കൂ, ഇപ്പോൾ ജീവിക്കാൻ പറയും. ഇപ്പോൾ ജീവിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷത്തിലാണ് സംഭവിക്കുന്ന നേരത്തെ അതിനെ ആസ്വദിക്കുക, ആനന്ദിക്കുക. അതിൻ്റെ ഫലം കിട്ടാനല്ല കാത്തിരിക്കേണ്ടത്. ഫലം എന്ത് തന്നെയായാലും നമുക്ക്
നമ്മളിലൂടെ സംഭവിച്ച കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാകും. പക്ഷെ കർത്തൃത്വം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ ആ ഫലം വരും. കർത്തൃത്വമില്ലെങ്കിൽ നമ്മളിലെ കർമ്മങ്ങൾ ഒഴിഞ്ഞു തീരുകയാണ്. ഒരു വസ്തുവിൽ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് അത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. ചൊരിഞ്ഞു തീരും തോറും അതിലെ വസ്തു ശൂന്യമായിട്ട് തീരും. അതുപോലെ നമ്മളിലെ കർമ്മങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞ് തീരുകയാണ് ഓരോ നിമിഷത്തിലും. അപ്പോൾ കാലക്രമത്തിൽ ഈ കർമ്മങ്ങൾ തീരുന്നതിനനുസരിച്ച് ചിത്തം ലഘുത്വമുള്ളതായിട്ട് തീരുകയും ലൈറ്റായിട്ട് തീരുകയും നമുക്ക് കൂടുതൽ ഒരു ലാഘവം അനുഭവപ്പെടുകയും ചെയ്യും. വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും ജീവിതത്തിന്. കർമ്മം കൂടുന്തോറും നമുക്ക് ഹെവീനെസ് ഫീൽ ചെയ്യും, വളരെ ശക്തമായ ഹെവീനെസ്. നമ്മുടെ ഭൂതകാലം പാസ്റ്റ് നമ്മളെ സ്വാധീനിക്കും. ഭൂതകാലം നമ്മളെ സ്വാധീനിക്കും. ഓർമ്മകൾ നമ്മൾ കീഴടക്കാൻ തുടങ്ങും. പല ഓർമ്മകളും നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. നമുക്ക് ഉറക്കം ഉണ്ടാകില്ല ജീവിതത്തിൽ. അപ്പോൾ ലഘുത്വം അനുഭവിക്കണമെങ്കിൽ കർമ്മങ്ങൾ ഒഴിഞ്ഞു തീരണം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കർമ്മങ്ങൾ ഒഴിഞ്ഞു തീരണം എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യണം എന്നുള്ള രീതി വരുന്നത്. ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആസ്വദിക്കുന്ന സമയത്ത് അവിടെ ആസ്വാദകൻ എന്നതുപോലും നഷ്ടപ്പെടുന്നുണ്ട്. ആസ്വാദകൻ എന്ന ഭാവത്തിന് പോലും പ്രസക്തി ഇല്ലാതെ വരും. ആസ്വാദകൻ എന്ന ഭാവം ഉണ്ടാകുമ്പോൾ തന്നെ കർമ്മത്തിന്റെ ആസ്വാദ്യത കുറയും. ഓക്കെ ഓക്കെ. അത് ഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മത്തിൽ നദികളെ പോലെ തന്നെ ഒഴുകി പോവുക. അത് നമുക്ക് ദൈവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവിച്ചു പോകുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെ ഫലം ഇച്ഛിക്കാതെ എന്ന് പറയുമ്പോൾ ഫലം വേണ്ടാന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഫലം വേണ്ടാന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. ഫലം ഇച്ഛിക്കേണ്ടെന്ന് പറയുമ്പോൾ അതൊരു മാനസിക പ്രക്രിയയാണ്. മനസ്സ് ആ ഫലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കരുതെന്ന് പറയുന്നത്. മനസ്സ് ഭാവിയിലേക്ക് മാറ്റിവെക്കരുത്. ഭാവിയിലേക്ക് മനസ്സിൻ്റെ ഒരു ഭാഗം ഭാവിയിലേക്കല്ല വെക്കേണ്ടത്. കർമ്മഫലം എന്തു തന്നെയായാലും നമ്മളിലേക്ക് വന്നാൽ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അത് നല്ലതായാലും ചീത്തയായാലും വേദനയുള്ളതായാലും സുഖമുള്ളതായാലും രണ്ട് സന്ദർഭത്തിലും നമുക്ക് അതിനെ സമഭാവത്തിൽ സ്വീകരിക്കണം. കർമ്മഫലം ഫലത്തെക്കുറിച്ചിട്ട് ഒരുപാട് വ്യാകുലതകളോ ആകുലതകളോ കൊണ്ടുവരേണ്ടതില്ല. അതാണ്. പക്ഷെ നമ്മൾ ഗീതയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊന്നും മനസ്സിലാകില്ല. അത് ഭഗവത്ഗീത കുറച്ചുകൂടി മിഴിവോടുകൂടി, കുറച്ചുകൂടി സൗന്ദര്യത്തോടു കൂടിയിട്ട്, കുറച്ചുകൂടി ഘടനയോട് കൂടിയിട്ട് അതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോന്നും എങ്ങനെയാണത് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഈ സന്ദർഭം നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റാണ്. നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഇപ്പൊ സംസാരിച്ചാൽ അത് തിരിച്ചറിയാൻ സാധ്യതയില്ല. ആയിക്കോട്ടെ. എന്നാ അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? ആയിക്കോട്ടെ. സന്തോഷം. വളരെ സന്തോഷം സ്വാമി. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഓം. നന്ദി സ്വാമി. താങ്ക് യു.